ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഷോർട്ട് പോളിസി എന്നോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് എന്നോ സം ടെറിട്ടറി യുവർ വീഡിയോസ് ബ്ലോക്ക്ഡ് എന്നൊക്കെ ഉള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണാറുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ചിലപ്പോൾ മിക്കവാറും ആൾക്കാരെ പേടിച്ച് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാറായിരിക്കും പതിവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം, നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടായാൽ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമ്മുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്ന കോപ്പിറൈറ്റ് എങ്ങനെ മാറ്റാമെന്നും ഇന്ന് സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ അതിനു മുമ്പായിട്ട് എൻ്റെ പേര് ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ കാണിച്ചു എന്ന് വിചാരിക്കുക. ആ ഒരു വീഡിയോ നിങ്ങൾ പേടിച്ച് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ പ്രൈവറ്റ് ആയിക്കോട്ടെ, അൺലിസ്റ്റഡ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ചാനലിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കുറെ പേർക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് കാണും, അങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാതിരുന്നാൽ നമ്മുടെ ചാനലിന് പ്രോബ്ലം ഉണ്ടാകില്ലേ എന്ന്. ഒരിക്കലും ഉണ്ടാകില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വന്നു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ചാനലിൽ യാതൊരു പ്രോബ്ലം ഉണ്ടാകുന്നതല്ല. നിങ്ങൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ റീച്ച് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഓരോ തവണ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കുള്ള റെക്കമെൻഡേഷനും യൂട്യൂബ് കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും കോപ്പിറൈറ്റ് നിങ്ങളുടെ ചാനലിൽ വന്നു എന്ന് കരുതി നിങ്ങൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പല കോപ്പിറൈറ്റ് വീഡിയോകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. യൂട്യൂബ് തന്നെ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, യുവർ അപ്ലോഡഡ് കണ്ടന്റ് ഈസ് ഡിറ്റക്റ്റഡ് ഓൺ കോപ്പിറൈറ്റ് ബട്ട് ഇറ്റ് നോട്ട് അഫക്റ്റഡ് ഓൺ യുവർ ചാനൽ. അതായത് യൂട്യൂബ് പറയുന്നത്, നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അത് പിന്നെ നമ്മുടെ ചാനലിനെ ബാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചാനലിൽ കോപ്പിറൈറ്റ് വന്നു എന്ന് കരുതി നിങ്ങൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ക്രിയേറ്റർ ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെയാണ്. നിങ്ങൾ മറ്റെവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വീഡിയോസ് നിങ്ങളുടെ വാല്യൂ ഒന്നും ആഡ് ചെയ്യാതെ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഓണർ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നതാണ്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ഞാനിവിടെ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഒരു നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജിമെയിൽ വഴി യൂട്യൂബ് നമുക്ക് മെയിൽ അയക്കുന്നതാണ്. ഇനി കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ പറ്റി മറ്റൊരു കാര്യവും കൂടെ പറയാം. തുടർച്ചയായിട്ട് 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലിൽ 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ യൂട്യൂബ് റിമൂവ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കോപ്പിറൈറ്റിനെ അല്ല പേടിക്കേണ്ടത്, കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെയാണ്. ഇനി കോപ്പിറൈറ്റിനെ പറ്റി പറയാം. നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസിനോ ലോങ് വീഡിയോസിനോ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ കോപ്പിറൈറ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ നമുക്ക് 3 സെഗ്മെന്റ് തരുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ആ സെഗ്മെന്റ് എന്നും എങ്ങനെയാണ് ആ സെഗ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് മാറ്റാൻ കഴിയുന്നത് എന്നും സൈഡ് സ്ക്രീനിന്റെ ഒരു സഹായത്തോടു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിനു വേണ്ടിയിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് ക്രോം ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും, അതിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ലോഡിംഗ് എടുക്കും. അപ്പോൾ അതിനുശേഷം നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഓപ്പണായി വരും. ഇവിടെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസിനും ഷോർട്ട് വീഡിയോസിനും ഒക്കെ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വിത്തൗട്ട് കോപ്പിറൈറ്റ് മ്യൂസിക് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നും, അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിൽ മൂവി സോങ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഒരു പരിധി വരെ കോപ്പിറൈറ്റ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മൂവി സോങ്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്നും, അതുപോലെ എങ്ങനെ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് ഒരു പരിധി വരെ കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ കഴിയുക എന്നും ഉള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് കോപ്പിറൈറ്റ് മാറ്റേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓപ്പണായി വന്ന പേജിന്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാനായിട്ട് കഴിയും. തൊട്ട് താഴെയായിട്ട് ഡാഷ്ബോർഡ്, അതിന് തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് കണ്ടന്റ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലോങ് വീഡിയോസ് കാണാനായിട്ട് കഴിയും.
കോപ്പിറൈറ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റു കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അതിൽ കോപ്പിറൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസിന് ഒന്നും തന്നെ കോപ്പിറൈറ്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിന് തൊട്ട് സൈഡിലായിട്ട് കാണുന്ന ഷോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ബാക്കി സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റു കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ കോപ്പിറൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോയ്ക്കാണ് കോപ്പിറൈറ്റ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ഷോർട്സിനാണോ അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ആണോ കോപ്പിറൈറ്റ് ലഭിച്ചിട്ടുള്ളത് അത്രയും വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ സൈഡിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാനായിട്ട് കഴിയും ഷോർട്ട് പോളിസി എന്ന്. ഷോർട്ട് പോളിസി എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ചാനലിലെ നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ കണ്ടന്റ് ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. കണ്ടന്റ് യൂസ്ഡ്, കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഷോർട്ട് വീഡിയോയുടെ ഉപയോഗിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സോങ്ങിനാണ് നമുക്ക് കോപ്പിറൈറ്റ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിൽ കാണുന്ന ടേക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ 4 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് ഡിസ്പ്യൂട്ട്, തൊട്ട് താഴെയായിട്ട് ഇറേസ് സോങ്, അതിന് താഴെയായിട്ട് റീപ്ലേസ് സോങ്, അതിന് തൊട്ട് താഴെയായിട്ട് ട്രിം ഔട്ട് സെഗ്മെന്റ്. ഇങ്ങനെ നിങ്ങൾക്ക് 4 ഓപ്ഷനാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡാർക്കായിട്ട് കാണുകയും മറ്റ് 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്താൽ നിങ്ങൾക്ക് ഈ കോപ്പിറൈറ്റ് മാറ്റാൻ കഴിയുന്നതല്ല. ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ലഭിച്ച കണ്ടന്റ്, അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സോങ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് ആയിക്കോട്ടെ, അത് നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്പ്യൂട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് യൂട്യൂബ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടന്റ് അല്ല എന്ന് യൂട്യൂബിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് സ്ട്രൈക്ക് തരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഏതൊക്കെ സെഗ്മെന്റ് ആക്റ്റീവ് ആയാലാണ് നമുക്ക് കോപ്പിറൈറ്റ് മാറ്റാൻ പറ്റുക എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മറ്റൊരു ഷോർട്ട് വീഡിയോ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോർട്ട് പോളിസി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജിൽ നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. അതിൽ സൈഡിലായിട്ട് കാണുന്ന ടേക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മറ്റൊരു പേജിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഒന്നാമത്തത് ഇറേസ് സോങ്, രണ്ടാമത്തത് റീപ്ലേസ് സോങ്, മൂന്നാമത്തത് ഡിസ്പ്യൂട്ട്, തൊട്ട് താഴെയായിട്ട് ട്രിം ഔട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ട്രിം ഔട്ട് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് പിന്നെ ഇവിടെ ആക്റ്റീവ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം മുകളിലായിട്ട് കാണുന്ന ഇറേസ് സോങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇറേസ് സോങ് ആക്റ്റീവായി ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ എത്ര സെക്കൻഡ് വരെയാണ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ലഭിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇറേസ് സോങ്, രണ്ടാമത്തത് മ്യൂട്ട് ആൾ സൗണ്ട് ക്ലൈംഡ് സെഗ്മെന്റ്. ഇതിൽ ഇറേസ് സോങ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ഉപയോഗിച്ചത് അത് ഇറേസ് ആവുന്നതാണ്. ഇനി താഴെ കാണുന്ന സേവ് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ ഐ അക്നോളജ് ദാറ്റ് ദീസ് ചേഞ്ചസ് ആർ പെർമനന്റ് എന്നൊരു ബോക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. സൈഡിൽ കാണുന്ന കൺഫേം ചേഞ്ചസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ലോഡിംഗ് എടുക്കും. ഇതിലൂടെ ഷോർട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് കോപ്പിറൈറ്റ് മാറ്റാനായിട്ട് സാധിക്കും. ഇനി ആദ്യം കാണുന്ന ഇറേസ് സോങ് ഉപയോഗിച്ചല്ല നിങ്ങൾ കോപ്പിറൈറ്റ് മാറ്റുന്നത്, രണ്ടാമത് കാണുന്ന റീപ്ലേസ് സോങ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾക്ക് വിത്തൗട്ട് കോപ്പിറൈറ്റ് മ്യൂസിക് ഉണ്ട് എങ്കിൽ അത് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കോപ്പിറൈറ്റ് മാറ്റാനായിട്ട് സാധിക്കും.
ഇനി തൊട്ട് താഴെയായിട്ട് ഡിസ്പ്യൂട്ട്, അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി അതിന് താഴെയായിട്ട് ട്രിം ഔട്ട് സെഗ്മെന്റ്, അതിവിടെ ആക്റ്റീവ് അല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ട്രിം ഔട്ട് സെഗ്മെന്റ് ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് കോപ്പിറൈറ്റ് മാറ്റാവുന്നതാണ്. അപ്പോൾ അതിനി എങ്ങനെയാണെന്നേ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു 3 മിനിറ്റ് വരെയുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് മാത്രമായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ട്രിം ഔട്ട് സെഗ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും ഭാഗത്തുള്ള കോപ്പിറൈറ്റ് മാറ്റാനായിട്ട് സാധിക്കും. കൂടുതലും ലൈവ് സ്ട്രീം ചെയ്യുന്നവരാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർ 1-2 മണിക്കൂർ ലൈവ് സ്ട്രീം പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ സോങ് പ്ലേ ആയി, ചിലപ്പോൾ ആ വീഡിയോ നമ്മുടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റെവിടെന്നെങ്കിലും സോങ് നമുക്ക് ലൈവിനിടയിൽ കേൾക്കാൻ സാധിച്ചു എങ്കിൽ നമുക്ക് ആ അത്രയും പോർഷന് മാത്രം കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിച്ച് ലൈവ് സ്ട്രീം മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാതെ ഈ ട്രിം ഔട്ട് സെഗ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് മാത്രം കോപ്പിറൈറ്റ് മാറ്റാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ലോങ് വീഡിയോ ചെയ്യുന്നവർക്കും. ലോങ് വീഡിയോയിലെ ഇടയിലും നമ്മൾക്ക് ഇതുപോലെ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ലോങ് വീഡിയോ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു പോർഷൻ മാത്രം നമുക്ക് ഈ ട്രിം ഔട്ട് സെഗ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് കോപ്പിറൈറ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ക്രിയേറ്ററായ നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രോബ്ലം തന്നെയായിരുന്നു ഈ കോപ്പിറൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ കോപ്പിറൈറ്റ് വന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഈ കോപ്പിറൈറ്റ് മാറ്റേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കുറച്ച് നാൾ കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ വരും, യുവർ വീഡിയോ ഈസ് അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് യൂട്യൂബ് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അൺലിസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സോങ്ങിൻ്റെ ഓണർ ആ ഒരു സോങ് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂട്യൂബ് അതിൻ്റെ ഭാഗത്ത് നിന്ന് അൺലിസ്റ്റഡ് ആക്കുന്നത് ആ വീഡിയോസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യൂട്യൂബ് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷനും കൂടെ തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അൺലിസ്റ്റഡ് ആക്കിയ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വീഡിയോയിൽ നിങ്ങളുടെ ഓൺ വോയിസോ ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്ങോ മ്യൂസിക്കോ ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് റീ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അൺലിസ്റ്റഡ് ആയിരിക്കുന്ന വീഡിയോസ് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. 30 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും ഷോർട്സിനും ഒക്കെ കോപ്പിറൈറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ കോപ്പിറൈറ്റ് മാറ്റാൻ കഴിയുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്കും മോണിറ്റൈസേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്കും, പിന്നെ അതുപോലെ ആഡ്സെൻസിന് എന്തെങ്കിലും എറർ ഉണ്ട്, റീയൂസ്ഡ് കണ്ടന്റ് വന്നു, അപ്പീൽ വീഡിയോ റെഡിയാക്കി സ്വന്തമായിട്ട് റെഡിയാക്കാൻ അറിയില്ല എന്നുള്ളവർക്ക് എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.